Hi guys, welcome to Liquid Line Aquarium. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഹൗ ടു മേക്ക് ബോൺസൈ ട്രീ. നമ്മൾ മുമ്പ് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ അതിന് നല്ല റിവ്യൂ ഉണ്ടായിരുന്നു. ഏകദേശം കുറേ പേര് കമൻറ്റ് ചെയ്തു, കുറേ പേര് മെസ്സേജും ചെയ്തു, ബ്രോ എങ്ങനെയാണ് ഈ ട്രീ ഉണ്ടാക്കുന്നത്. ശരിക്കും ബോൺസൈ ട്രീ അക്യൂറിയത്തിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. ശരിക്കും ചെറിയ ചെറിയ നാനോ ടാങ്കിലാണ് ഏറ്റവും ഭംഗിയായി കാണുന്നത് തന്നെ. അപ്പോൾ നമ്മൾ നോർമലായി ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ മിനിമം 2000 രൂപ കൊടുക്കേണ്ടി വരും. ഞാൻ ചോദിച്ച സ്ഥലങ്ങളിലൊക്കെ 2000 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. ഏകദേശം 10,000 രൂപയുടെ അടുത്തൊക്കെ ബോൺസൈ ട്രീ ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി വീടിൻ്റെ അവിടെ കിട്ടുന്ന സ്റ്റോണാണ് ആദ്യം തന്നെ എടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ടിഷ്യൂ വെച്ചിട്ടാണ് ഗ്ലൂ ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റോണിൻ്റെ ഇടയിൽ ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അത് മൊത്തം ഈ ടിഷ്യൂ കവർ ചെയ്തിട്ട് നല്ല ടൈറ്റായി നിൽക്കും. നമ്മൾ വിട്ടുപോകാത്ത രീതിക്ക് നല്ല ടൈറ്റായി നിൽക്കും. കണ്ടോ, അതിൻ്റെ മേലെയും നമ്മൾ വേറെ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്, ഹൈറ്റ് കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഉപയോഗിക്കുന്നത് നമ്മൾ റിവ്യൂ അല്ല, അതുകൊണ്ട് ഗ്ലൂവിൻ്റെ പേരിടുന്നില്ല. അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ സാധനമാണ് മെയിൻ സ്ട്രിമ്മാണ്. ശരിക്കും മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ബ്രാഞ്ചാണ്. കുറച്ച് വണ്ണം കൂടുതലാണ്, കുറച്ച് സ്ട്രോങ് ആയി നിൽക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂ എന്ന് വെച്ചാൽ അക്യൂസൈഫായിട്ട് ഏത് ഗ്ലൂ വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. നമ്മൾ ഇപ്പോൾ തന്നെ കുറേ ബ്രാൻഡുകൾ ഓൺലൈനിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് നമ്മൾ ഫോട്ടോ അതിൻ്റെ സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് എ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇത് ഒരു പ്രൊമോഷൻ അല്ല. അതിൻ്റെ മെയിൻ സ്ട്രിം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒട്ടിച്ച ശേഷം അതിൻ്റെ താഴെ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. സ്റ്റോണിനും ഇതിനും തമ്മിൽ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടേക്ക് യൂസ് ചെയ്യുന്നത് ടിഷ്യൂ ആണ്. ടിഷ്യൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ടിഷ്യൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ടൈറ്റായി നിൽക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. അതിനുശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞ് ബ്രാഞ്ചസ് ഒട്ടിക്കാൻ തുടങ്ങും. അതിൻ്റെ ഇടയിലും ഗ്യാപ്പിൽ നമ്മൾ ഇത് ടിഷ്യൂ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു 2 മിനിറ്റൊക്കെ അത് ഉണങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ അത് കൈയോടെ വരും. എന്നിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ അക്യൂറിയത്തിൻ്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഈ ബ്രാഞ്ചസ് ഒട്ടിക്കുന്നത്. അതിൻ്റെ നമ്മൾ സെക്കൻഡ് ബ്രാഞ്ചും ഒട്ടിച്ചു, തേർഡ് ബ്രാഞ്ചും ഒട്ടിച്ചു. നമ്മൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ തേർഡ് ബ്രാഞ്ചും ഒട്ടിച്ചു. എന്നിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിലും ഒരു ബ്രാഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ടിഷ്യൂ ആവശ്യമില്ല, അത് കറക്റ്റായി ടൈറ്റായി നിൽക്കുന്നുണ്ട്. നല്ലപോലെ ടൈറ്റായി ഒട്ടിക്കുന്നുണ്ട്. ഗ്ലൂ ഒരുപാട് വിടരുത്. അപ്പോൾ നമ്മളെ വുഡിലൊക്കെ ഈ വൈറ്റ് സ്പോട്ട് പോലെ കാണും. നമ്മൾ ലൈറ്റായിട്ടാണ് ഗ്ലൂ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ്ലി താഴെ പോയി റൂട്ടുകൾ ഒട്ടിക്കാൻ തുടങ്ങി. റൂട്ട് പറയുമ്പോൾ നമ്മൾ ഏകദേശം ബ്രാഞ്ചസൊക്കെ കഴിഞ്ഞു. നമ്മൾ ചെറിയ അക്വേറിയം ആയതുകൊണ്ട് ചെറിയ സൈസ് ട്രീ ആണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ പോയത് റൂട്ടുകളിലേക്കാണ്. ടിഷ്യൂ പേപ്പർ നമ്മൾ പറഞ്ഞില്ലേ, ടിഷ്യൂ പേപ്പറാണ്. കുറേ സ്റ്റോണുകൾ നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിക്കുന്ന ഈ ഗ്യാപ്പിൽ ടിഷ്യൂ വെച്ചിട്ടാണ്. അപ്പോഴാണ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത്. ഏകദേശം കുറേ റൂട്ടുകൾ ഒട്ടിച്ചു. നമുക്ക് എത്രയാണോ ആവശ്യം, റൂട്ടുകൾ അധികമാകുന്നതോളം നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം കുറേ റൂട്ടുകൾ ഉപയോഗിച്ചു. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഏരിയൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും നമ്മൾ ഇതൊരു ബാനിയൻ ട്രീ മെത്തേഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏരിയൽ റൂട്ട് എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ സ്റ്റിമ്മിൽ നിന്ന് ഡയറക്റ്റ്ലി നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ നമ്മൾ അത് ഒട്ടിക്കുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഈ പീസുകൾ ഒട്ടിക്കുന്നത്. നമുക്ക് വലിയ സൈസ് ട്രീ ആകുമ്പോൾ കുറേ ബ്രാഞ്ചസ് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നല്ല കാണാൻ ഭംഗിയായിരിക്കും. അതും ഏകദേശം ഒട്ടിച്ചു. അത് ഒട്ടിച്ച ശേഷം നമ്മൾ അവിടെ കൈ വയ്ക്കരുത് ഒരിക്കലും. അത് ഉണങ്ങാൻ ഏകദേശം 2 മിനിറ്റ് 3 മിനിറ്റ് ആവും ഗ്ലൂവിൽ. അതുപോലെ നമ്മൾ ടോപ്പിലും ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കുഞ്ഞു കുഞ്ഞു റൂട്ടുകളില്ലേ, അതൊക്കെ നമ്മൾ ഈ മുമ്പ് ഒട്ടിച്ച റൂട്ടുകളുടെ ഇടയിലൊക്കെ ഒട്ടിക്കും. എന്തിനാന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയാക്കാനാണ് നമ്മൾ റൂട്ടുകൾ അധികം കൊടുക്കുന്നത്. കണ്ടോ, നമ്മൾ ഏകദേശം കുറേ റൂട്ട് ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ നമ്മൾ ഈ ടിഷ്യൂ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവിടെയൊക്കെ നമ്മൾ നോർമലി ഫൈൻ സാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ടിഷ്യൂ ഒക്കെ കാണാതിരിക്കാൻ, റൂട്ട് പോലെ അറിയാനാണ് ഫൈൻ സാൻഡ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ നോർമലി കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺ കൊണ്ട് ഒട്ടിക്കും. നമ്മൾ ഈ സ്റ്റോണൊന്നും കാണില്ല. വാട്ട് ഈസ് റീസൺ എന്ന് വെച്ചാൽ ഇതിൽ മൊത്തം നമ്മൾ മോസ് വയ്ക്കും. അതുകൊണ്ടാണ് അത് കാണാത്ത ഇത്. പിന്നെ ബാക്കി നമ്മൾ ഈ വർക്ക് ഏകദേശം 90% കംപ്ലീറ്റ് ആയി. നമ്മളെല്ലാം ഒട്ടിച്ചിട്ട് ഏകദേശം 2 ദിവസം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വെള്ളത്തിൽ മുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വിട്ടൊന്നും പോയിട്ടില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സ്ട്രോങ് തന്നെയാണ്. കണ്ടോ, ഫൈനലി റിസൾട്ട് ഇങ്ങനെയാണ്. നമ്മൾ മോസ് വെച്ചിട്ടില്ല. മോസ് വെക്കുന്ന വീഡിയോ തനിച്ചിടാമെന്ന് വിചാരിച്ചു. ഓവർ ലോങ് ആയി. ഇപ്പോൾ തന്നെ ഏകദേശം 5 മിനിറ്റിൻ്റെ മേലെയായി വീഡിയോ. അപ്പോൾ നമ്മൾ മോസൊക്കെ പിന്നീട് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മോസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറേ മോസ് ഉണ്ട്. പീകോക്ക് ഉണ്ട്, വെപ്പിംഗ് മോസ് ഉണ്ട്, അപ്പോൾ ക്രിസ്മസ് മോസ് ഉണ്ട്. നമ്മൾക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഏകദേശം ട്രീൻ്റെ വർക്ക് ഒരു 90% കംപ്ലീറ്റ് ആയി. ഇനി മോസ് മാത്രം വെച്ച് അക്യൂറിയത്തിൽ വെച്ചാൽ മതി.
ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ബോൺസായി ട്രീ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും വാങ്ങരുതെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.